വീരപുരത്തെ മഹാവർമ്മ രാജാവ് ഒരു ദിവസം ഉറക്കമുണർന്നു നോക്കിയപ്പോൾ ഒരു കുട്ടി ഓടിപ്പോകുന്നത് കണ്ടു. അവന്റെ കയ്യിൽ ഒരു മനോഹരമായ പമ്പരവും ഉണ്ടായിരുന്നു. പിന്നീട് രാജാവ് പതുക്കെ പടികൾ ഇറങ്ങി. അപ്പോൾ കോണിപ്പടിയിൽ തട്ടി അദ്ദേഹത്തിന്റെ കാൽ മുറിഞ്ഞു. രാവിലെ ബാലനെ കണി കണ്ടതിന്റെ ഫലമാണ് ഇത് എന്ന് രാജാവ് വിചാരിച്ചു. അദ്ദേഹം ഭടന്മാരെ വിളിച്ചു വരുത്തി ആജ്ഞാപിച്ചു, എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ പിടിച്ചുകൊണ്ടുവരുവിൻ. ഭടന്മാർ ഓടിപ്പോയി കുട്ടിയെ രാജാവിൻ്റെ മുന്നിലെത്തിച്ചു. രാജാവ് അവനോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്നെ കണി കണ്ടു. ഉടനെ എൻ്റെ കാൽ കോണിപ്പടിയിൽ തട്ടി മുറിഞ്ഞു. നീ ലക്ഷണം കെട്ടവനാണ്. നിനക്ക് ഞാൻ തടവുശിക്ഷ നൽകാൻ പോകുന്നു. ഇത് കേട്ട് ആ ബാലൻ പറഞ്ഞു, രാജാവേ, അങ്ങ് ഇങ്ങനെ പറയുന്നു. അടിയൻ ഇന്ന് കണി കണ്ടത് അങ്ങയെയാണ്. അതിൻ്റെ ഫലമായി അടിയന് തടവു ശിക്ഷയും കിട്ടി. അങ്ങയെ ഞാൻ എന്തു ചെയ്യണം? ബാലന്റെ ബുദ്ധിശക്തി മനസ്സിലാക്കിയ രാജാവ് വളരെ സന്തോഷിച്ചു. അദ്ദേഹം കൈനിറയെ അവന് സമ്മാനങ്ങൾ നൽകി. പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഹസ്യാംനായ വേദാന്തൈസ്തത്വവിദ്ഭിർമുനീശ്വരൈ പരം ബ്രഹ്മേതി യാഖ്യാത തസ്യൈ ദേവ്യൈ നമോ നമഃ. ഏതൊരു ദേവിയാണോ? രഹസ്യാംനായ വേദാന്തൈ, വേദങ്ങളും വേദാന്തങ്ങളും തത്വം അറിയുന്ന മുനീന്ദ്രന്മാരും പരബ്രഹ്മം എന്ന് പുകഴ്ത്തുന്നത്. അങ്ങനെയുള്ള അമ്മേ, അവിടേക്ക് നമസ്കാരം, നമസ്കാരം. ആദിപരാശക്തിയായ അമ്മേ, ജയിക്കുക എന്നത് അവിടുത്തെ ശീലമാണ്. അതുകൊണ്ടാണ് അമ്മേ ഭഗവതി വശിന്യാദികളായിട്ടുള്ള വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ 377 മന്ത്രമായി ജയ എന്ന നാമമന്ത്രം കൊണ്ട് അമ്മയെ സ്തുതിക്കുന്നത്. അമ്മയെ സേവിക്കുന്ന 8 യോഗിനിമാരുണ്ട്. അവരിൽ ഒരാളുടെ പേര് ജയ എന്നാണ്. അമ്മയുടെ സ്വരൂപം തന്നെയാണ് ആ യോഗിനി. ജയ എന്ന യോഗിനീ ദേവിയുടെ രൂപം സ്വീകരിച്ചവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട്. അതുപോലെ അമ്മയെ സേവിക്കുന്ന 16 മാതൃക്കളിൽ ഒരാൾക്കും ജയ എന്നാണ് പേര്. അതുകൊണ്ട് ജയ എന്ന മാതാവിൻ്റെ രൂപം സ്വീകരിച്ചവൾ എന്നും അർത്ഥം വരുന്നു. മഹാഭാരതം സർവവേദാന്ത സാര സർവസ്വമാണ്. ഭീഷ്മപർവത്തിൽ ജയ എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു ദേവീ സ്തോത്രമുണ്ട്. അതുകൊണ്ട് മഹാഭാരതത്തിന് ജയ എന്നും പേരുണ്ട്. വേദവ്യാസ മഹർഷിയാൽ വിരചിതമായ ഇതിഹാസമാകുന്ന ആ മഹാകാവ്യവും അമ്മയുടെ സ്വരൂപം തന്നെ. അതുകൊണ്ട് മഹാഭാരതം എന്ന ഗ്രന്ഥത്തിൻ്റെ രൂപം സ്വീകരിച്ചവൾ എന്നും പണ്ഡിതന്മാർ ഈ നാമമന്ത്രത്തിന് വ്യാഖ്യാനം നൽകിയിരിക്കുന്നു. പത്മപുരാണത്തിൽ വരാഹശൈലത്തിൽ പൂജിക്കപ്പെടുന്ന അമ്മയുടെ ദേവീപ്രതിഷ്ഠയ്ക്ക് ജയ എന്ന് പേര് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ആ രൂപം സ്വീകരിച്ചവൾ എന്നും അർത്ഥമുണ്ട്. ശ്രീ ദുർഗാദേവിക്ക് ജയ എന്ന് പേരുണ്ട്. അങ്ങനെ വരുമ്പോൾ ശ്രീ ദുർഗാദേവിയായി അവതാരം സ്വീകരിച്ചവൾ എന്നും അർത്ഥം. ജയസ്വരൂപമായവൾ, ജയിക്കുക ശീലമായവൾ. അഷ്ടയോഗിനിമാരിൽ ഒരാളായ ജയ എന്ന യോഗിനി, 16 മാതൃക്കളിൽ ജയ എന്നു പേരുള്ള ദേവി, മഹാഭാരതം എന്ന ഗ്രന്ഥത്തിൻ്റെ രൂപം സ്വീകരിച്ച ദേവി, വരാഹപർവ്വതത്തിൽ പൂജിക്കപ്പെടുന്ന ജയ എന്ന അമ്മ, ശ്രീ ദുർഗാദേവിയായി അവതാരം സ്വീകരിച്ചിട്ടുള്ള ദേവി. ഇപ്രകാരമുള്ള നിരവധി അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത്. ഓം ജയായൈ നമഃ. ഓം ഓം ഹ്രീം ജയായൈ നമഃ. സർവാഭീഷ്ടസിദ്ധിക്കും ശത്രുസംഹാരത്തിനും ഉപകരിക്കുന്ന ഒരു മന്ത്രമാണിത്. ഹ്രീം എന്ന മന്ത്രം ചേർത്തുകൊണ്ടുള്ള നാമം മഹിഷാസുരമർദ്ദിനിയായ ദുർഗാദേവിയെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുക. ഒരിക്കലും ശത്രുദോഷം ഉണ്ടാവില്ല. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് ജപിച്ചാൽ മതി. ഇഷ്ടമുള്ള അത്രയും പ്രാവശ്യം ജപിക്കാം. ലളിതാ പരമേശ്വരി ദേവി തൻ്റെ ശിരസിൽ
അമ്മയുടെ ആയുധമായ കരിമ്പ് വില്ലിൻ്റെ അഗ്രഭാഗം കൊണ്ട് തൊട്ട് അനുഗ്രഹിക്കുന്നതായി സങ്കല്പിച്ച് ഉദയസൂര്യനിൽ നോക്കി ഈ മന്ത്രം ജപിക്കുക. എത്ര ദാരിദ്ര്യമുള്ള വ്യക്തിയാണെങ്കിലും തീർച്ചയായും സമ്പന്നനായി മാറും. 7 മുതൽ 21 ദിവസം ഇപ്രകാരം തുടർച്ചയായി ജപിക്കുക. തീർച്ചയായും ഫലം ലഭിക്കുന്നതാണ്. ആദിപരാശക്തിയായ മഹാദേവി ശ്രീ ലളിതാ ത്രിപുരസുന്ദരി ദേവി, നമ്മുടെ എല്ലാം അമ്മ, എല്ലാവർക്കും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.